കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് UDF രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായ കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമേത് എന്ന് ചോദിച്ചാൽ അതിന് പറയുവാൻ കഴിയുന്ന ഏക മറുപടി മുസ്ലിം ലീഗ് എന്നതാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDFിലെ ഇതര ഘടകകക്ഷികൾ ആൾക്കൂട്ടത്തിൻ്റെ കരുത്തിലാണ് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടുന്നതെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. കൃത്യമായ കേഡർ സംവിധാനവും പാർട്ടി മിഷണറിയും തങ്ങളുടെ സ്വാധീന മേഖലകളിലെല്ലാം ഏത് പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും കൊണ്ടു നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കോട്ടകളിൽ പോലും ലീഗിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. CAA വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇടതുമുന്നണി നടത്തിയ പ്രചരണങ്ങൾ ലീഗിൽ നിന്ന് മുസ്ലിം വോട്ടർമാരിൽ ഒരു വിഭാഗത്തെ പോലും അകറ്റി എന്നത് ലീഗ് നേതൃത്വത്തിന് വലിയ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനുള്ളിൽ പോലും ആഭ്യന്തരമായിട്ടുള്ള തർക്കങ്ങളും പൊട്ടിത്തെറികളും നിരവധി തവണ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ ഉണ്ടാകുകയും ചെയ്തു. 2026 UDFിനെ ഏതു വിധേനയും അധികാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഏറ്റവും ആത്മാർത്ഥമായി പ്രയത്നിച്ച രാഷ്ട്രീയ പ്രസ്ഥാനവും മുസ്ലിം ലീഗാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗിന് 25 സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ കേവലം 15 മാത്രമാണ് വിജയിച്ച് കയറുവാൻ കഴിഞ്ഞത്. 2026 എത്തുമ്പോഴും ലീഗ് 26 സീറ്റുകളിലാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് 22 സീറ്റുകളെങ്കിലും നേടുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ലീഗ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2026 അവർ സിറ്റിംഗ് സീറ്റുകളായ 15 സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ അധികമായി 7 സീറ്റുകളെങ്കിലും തിരികെ പിടിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ അവർ ഏറ്റവും അധികം പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സീറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. 2026 ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവതരിപ്പിച്ച സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾക്കും യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രാധാന്യവുമാണ് ലീഗ് തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നൽകിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 വനിതാ സ്ഥാനാർത്ഥികളെ ലീഗ് കളത്തിലിറക്കുന്നത്. ഇതിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി മുസ്ലിമായിട്ടുള്ള ഒരു യുവതിയാണ് എന്നുള്ളതിൽ നിന്നും ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ പുതുമ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സുരക്ഷിത മണ്ഡലങ്ങൾ നൽകുന്നതിന് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള പ്രമുഖർ ഉൾപ്പെടെ മണ്ഡലം മാറി നിൽക്കുന്ന ഒരു കാഴ്ചയും ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ പുതുമയായിരുന്നു എന്നും പറയേണ്ടിയിരിക്കുന്നു. ഏതൊക്കെയാണെങ്കിലും തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾക്കപ്പുറം ലീഗ് ഇത്തവണ ഉറപ്പായും തിരികെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണെന്നും അല്ലെങ്കിൽ ലീഗ് തിരികെ പിടിക്കുമെന്ന് ഉറപ്പാക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് സീറ്റാണ് നാം ആദ്യം എടുത്തു പറയേണ്ട സീറ്റ് എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് സീറ്റ് KM ഷാജി 2021 പരാജയപ്പെട്ടു പോയ സീറ്റാണ്. KV സുമേഷ് എന്ന സിറ്റിംഗ് MLAയുടെ ജനപ്രിയതയിൽ ഇത്തവണ തങ്ങൾ ഉറപ്പായും നിലനിർത്തുമെന്ന് CPM പ്രതീക്ഷിച്ച ഈ സീറ്റിൽ വലിയ മുന്നേറ്റമാണ് ലീഗ് നടത്തിയിട്ടുള്ളത്. ലീഗിൻ്റെ വൃത്തങ്ങൾ പോലും തെരഞ്ഞെടുപ്പിന് ശേഷം അഭിപ്രായപ്പെട്ടത് 3000-ഓളം വോട്ടുകൾക്ക് അഴീക്കോട് നിന്ന് തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള CPMൻ്റെ കീഴ്ഘടകങ്ങളിലെ റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ KV സുമേഷ് എന്ന തങ്ങളുടെ സിറ്റിംഗ് MLAയേക്കാൾ 7000-ഓളം വോട്ടുകളുടെ ലീഡ് IUMLൻ്റെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ കരീം ചേലേരിക്ക് അഴീക്കോട് സീറ്റിൽ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തലിലാണ് അവരിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ തന്നെ മറ്റൊരു സീറ്റിലും ലീഗ് ഇത്തവണ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി ഒരു അമുസ്ലിമായിട്ടുള്ള വനിതാ സ്ഥാനാർത്ഥിയെ ലീഗ് കളത്തിലിറക്കിയ കൂത്തുപറമ്പ് സീറ്റാണിത്. കൂത്തുപറമ്പ് സീറ്റ് കഴിഞ്ഞ തവണ ജനതാദളുടെ പ്രതിനിധിയായ KP മോഹനൻ LDFിന് വേണ്ടി മത്സരിച്ച് വിജയിച്ച സീറ്റായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ KP മോഹനൻ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ മൂലം മാറി നിൽക്കുകയും പ്രദീപ് എന്ന പുതുമുഖ സ്ഥാനാർത്ഥിയെ RJD എന്ന LDF ഘടകകക്ഷി ഇവിടെ കളത്തിലിറക്കുകയും ചെയ്തു. ജയന്തി രാജൻ എന്ന വയനാട്ടുകാരിയായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് കണ്ണൂരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും എന്നതിൻ്റെ തെളിവായിരുന്നു ഇത്തവണ പ്രചരണ രംഗത്ത് കൂത്തുപറമ്പ് സീറ്റിൽ അവരുണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം. മുസ്ലിം വോട്ടുകൾ മാത്രമല്ല, ജയന്തി രാജനിലൂടെ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളെയും ഇതര ന്യൂനപക്ഷ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പോലും ഇവിടെ അടുപ്പിക്കുവാനായി UDFിനും മുസ്ലിം ലീഗിനും സാധിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്ന് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജയന്തി രാജൻ നടത്തുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇതിനാൽ തന്നെ വിലയിരുത്തുവാൻ കഴിയുന്നത്.
2021 ലീഗ് നേരിട്ട ഏറ്റവും ഞെട്ടലുളവാക്കിയ ഒരു തോൽവി കുറ്റ്യാടി മണ്ഡലത്തിലായിരുന്നു. തങ്ങളുടെ സിറ്റിംഗ് MLA ആയ പാറയ്ക്കൽ അബ്ദുള്ള ഇവിടെ നേരിയ വോട്ടുകൾക്ക് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലവും മണ്ഡലം ഉപേക്ഷിച്ചു പോകാതെ കുറ്റ്യാടി തിരികെ പിടിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി നിയോജക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പാറയ്ക്കൽ അബ്ദുള്ള പ്രവർത്തിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് 2026 അദ്ദേഹത്തിന് വീണ്ടും അവസരം നൽകുവാൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തത്. എന്താണെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാറയ്ക്കൽ അബ്ദുള്ള വളരെ കൃത്യമായ ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി UDF പാളയത്തിലേക്കും മുസ്ലിം ലീഗിൻ്റെ പാളയത്തിലേക്കും കുറ്റ്യാടി എന്ന സീറ്റ് എത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളുടെ വിലയിരുത്തൽ. കോഴിക്കോട് ജില്ലയിലെ ഇടതുമുന്നണിയുടെ കോട്ടയായിട്ടാണ് മലയോര നിയോജക മണ്ഡലമായിട്ടുള്ള പേരാമ്പ്ര വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇടതുമുന്നണിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള സിറ്റിംഗ് MLA TP രാമകൃഷ്ണനെതിരെ തങ്ങളുടെ യുവ വനിതാ നേതാവ് ഫാത്തിമ തഹ്ലിയെ UDF കളത്തിലിറക്കിയപ്പോൾ അല്ലെങ്കിൽ ലീഗ് കളത്തിലിറക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരുപാട് പേർ മുഖം ചുളിച്ചിരുന്നു. എന്നാൽ ഷാഫി പറമ്പിൽ വടകരയിൽ ചെന്നെത്തിയതിന് സമാനമായിട്ടുള്ള ഒരു ഓളമാണ് ഫാത്തിമ തഹ്ലി എന്ന സ്ഥാനാർത്ഥി പേരാമ്പ്ര മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. CPMൻ്റെ കോട്ടകളിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള അവരുടെ പ്രചരണ തന്ത്രങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ സംവിധാനവും അതുപോലെ തന്നെ ഇടതുമുന്നണിയുടെ കരുത്തുറ്റ കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണനും സ്തംഭിച്ചു നിൽക്കുന്ന കാഴ്ചയും ഇത്തവണ നമുക്ക് പേരാമ്പ്രയിൽ കാണാൻ കഴിഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നാകും അതിനാൽ തന്നെ പേരാമ്പ്രയിൽ ഇത്തവണ ഫാത്തിമ തഹ്ലിയ നേടിയെടുക്കുവാൻ പോകുന്നതെന്നും TP രാമകൃഷ്ണൻ എന്ന LDF കൺവീനറെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ നിയമസഭയിലേക്ക് ഇത്തവണ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിലും ഈ ഘട്ടത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം പേരാമ്പ്രയിൽ CPMന് കനത്ത തിരിച്ചടിയുണ്ടാക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. അതിനാൽ തന്നെ കോഴിക്കോട് ജില്ലയിലെ തങ്ങളുടെ എണ്ണം പറഞ്ഞ സീറ്റായി വലിയ പ്രതീക്ഷയൊന്നും ആദ്യഘട്ടത്തിൽ വെച്ചു പുലർത്താതിരുന്ന പേരാമ്പ്ര സീറ്റിനെ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അവലോകനങ്ങളിൽ മാറ്റുവാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനും മുസ്ലിം ലീഗിനും കോഴിക്കോട് ജില്ലയിലുണ്ടായിട്ടുള്ള ഏറ്റവും കനത്ത തിരിച്ചടികളിലൊന്ന് കോഴിക്കോട് സൗത്തിലെ പരാജയമായിരുന്നു. 2016-21 കാലഘട്ടത്തിൽ ലീഗിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ MK മുനീർ പ്രതിനിധീകരിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ 2021 മുനീർ കൊടുവള്ളിയിലേക്ക് ചുവടുമാറിയപ്പോൾ അഡ്വക്കേറ്റ് നൂർബീന റഷീദിനെയാണ് UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് അവതരിപ്പിച്ചത്. എന്നാൽ ലീഗിൻ്റെ വനിതാ സ്ഥാനാർത്ഥി ശക്തമായ ഇടത് തരംഗത്തിൽ LDF സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുകയായിരുന്നു. കോഴിക്കോട് സൗത്ത് തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി യുവസാരഥിയായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനെ മുസ്ലിം ലീഗ് ഇത്തവണ കോഴിക്കോട് സൗത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും അവർ ആഗ്രഹിച്ചിരുന്നില്ല. ആ പ്രതീക്ഷകൾക്ക് നീതി ലഭിക്കും എന്ന കൃത്യമായ സൂചനകൾ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വരുന്ന കണക്കുകൾ അല്ലെങ്കിൽ വിശകലനങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കോഴിക്കോട് സൗത്തിൽ നിന്ന് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ലീഗിൻ്റെ പ്രതിനിധിയായ ഫൈസൽ ബാബു രണ്ടാം പിണറായി മന്ത്രിസഭയിൽ 2.5 വർഷക്കാലം മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിനെ മലർത്തിയടിച്ച് നിയമസഭയിൽ എത്തുമെന്ന കാര്യം ഈ ഘട്ടത്തിൽ തന്നെ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുമുണ്ട്. 2026 ലീഗ് തങ്ങളുടെ അഭിമാന പോരാട്ടമായി കാണുന്ന ഒരു മത്സരം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം സീറ്റിലാണ്. ഏതു വിധേനയും PTA റഹീമിൻ്റെ ഈ കുത്തക അല്ലെങ്കിൽ ഈ കുത്തക സീറ്റ് തിരികെ പിടിക്കുമെന്നുള്ള വാശിയിലാണ് കയ്യും മെയ്യും മറന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും UDF നേതൃത്വവും ഒന്നാകെയും ഇവിടെ പ്രവർത്തനം നടത്തുന്നത്. PTA റഹീമിനെ മലത്തിയടിക്കുവാനായി MA റസാഖ് മാസ്റ്ററെയാണ് ലീഗ് ഇവിടെ കളത്തിലിറക്കിയിരിക്കുന്നത്. ശക്തമായ ന്യൂനപക്ഷ ഏകീകരണം ഈ നിയോജക മണ്ഡലത്തിൽ UDFനും ലീഗിനും അനുകൂലമായി സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ തന്നെ PTA റഹീമിനെ മലർത്തിയടിച്ചുകൊണ്ട് MA റസാഖ് മാസ്റ്റർ ഇത്തവണ നിയമസഭയിൽ എത്തുമെന്ന് ലീഗും UDFും ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടിയും പാർട്ടിയുടെ നേതാവിന് വേണ്ടിയും അവർ കടുത്ത പോരാട്ടം നടത്തുന്ന ഒരു നിയോജക മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി സീറ്റ് എന്ന് പറയുന്നത്. കളമശ്ശേരി സീറ്റ് 2011-ലും 2016-ലും UDFന് വേണ്ടി വിജയിച്ചു കയറിയത് മുസ്ലിം ലീഗിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞെന്ന മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിരുന്നു. എന്നാൽ 2021 പാലാരിവട്ടം പാലം അഴിമതി ഉൾപ്പെടെ വലിയ വിഷയമായി എടുത്തു കാട്ടിക്കൊണ്ട് CPM പ്രചരണം നടത്തിയതിനെ തുടർന്ന് യഥാർത്ഥത്തിൽ ഇബ്രാഹിം കുഞ്ഞിനെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുൾ ഗഫൂറിനെ സ്ഥാനാർത്ഥിയാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് UDFും മുസ്ലിം ലീഗും എത്തിച്ചേർന്നത്. 2021 P രാജീവ് എന്ന CPM നേതാവ് വലിയ ഭൂരിപക്ഷത്തിൽ അബ്ദുൾ ഗഫൂറിനെ പരാജയപ്പെടുത്തിയതോടുകൂടി പിണറായി മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രി എന്ന പദവി നേടിയെടുക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. VK ഇബ്രാഹിം കുഞ്ഞ് വിടവാങ്ങിയ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുൾ ഗഫൂർ വീണ്ടും മത്സരരംഗത്തിറങ്ങുമ്പോൾ ഇവിടെ വിജയത്തിൽ കുറഞ്ഞൊന്നും ലീഗ് ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രചരണ രംഗത്ത് കൃത്യമായ ആധിപത്യം
പി രാജീവിന് നേടുവാൻ കഴിഞ്ഞുവെങ്കിലും പിന്നീട് അങ്ങോട്ട് കളം മാറുന്ന കാഴ്ചയാണ് എറണാകുളത്തെ കളമശ്ശേരി മണ്ഡലത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിലായി CPM പോലും പുറത്തുവിടുന്ന വിലയിരുത്തലനുസരിച്ച് പ്രവചനാതീതമായ മത്സരമാണ് കളമശ്ശേരിയിൽ നടന്നത് എന്നാണ് അവർ വിലയിരുത്തുന്നത്. നിലവിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് തിരികെ പിടിക്കുമെന്നുള്ള അവരുടെ ആത്മവിശ്വാസം അർത്ഥവത്താകുവാൻ ഇടയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് UDF ക്യാമ്പിൽ നിന്നും വോട്ടർമാരിൽ നിന്നും പ്രതികരണങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇത്തവണ കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 15 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ ഈ 7 സീറ്റുകൾ കൂടി അധികമായി പിടിച്ച് ഏറ്റവും ചുരുങ്ങിയത് 22 സീറ്റുകളിൽ വിജയമുറപ്പിച്ചുകൊണ്ട് UDF മുന്നണിയെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുവാനാണ് ലീഗ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ പ്രതീക്ഷകൾ അന്വർത്ഥമാകുമോ എന്നറിയുവാൻ മെയ് 4 വരെ കാത്തിരിക്കണമെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകളനുസരിച്ച് ലീഗിൻ്റെ ഈ പോരാട്ടത്തിന് ഫലം കാണും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.